നമ്മൾ ഒരിക്കലും കല്യാണത്തിനെ കുറിച്ച് ഇപ്പൊ ആലോചിക്കുകയും ചെയ്തത്. നമ്മൾ മാക്സിമം കണ്ടില്ലേ ഇതേപോലെ കണ്ടോ, ഇതേപോലെ ലൈഫ് നമ്മളിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് പോവാം. ഈ കുട്ടിയെ കണ്ടോ 32 വയസ്സായി. ഇത് വേറൊരു രീതിയിൽ വൈബുള്ള ഒരു കുട്ടിയാണ്. ഇതാണ് ചെമ്പരത്തിപ്പൂ ബാബ്ലു. ഞാൻ 2 വട്ടം സിംഗിൾ ആണ്. എന്റെ ടോക്സിക് ഗേൾഫ്രണ്ട് ആണ് ഓടുന്നത്. അങ്ങോട്ട് വാ. ഓക്കെ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഞാനിതാ ഇപ്പോൾ ഉള്ളത് വട്ടവട ഉള്ള കോക്സ് കാർഗിലാണ് കേട്ടോ. ഗൈസ്, ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിൽ നോക്കുമ്പോൾ പറയാം, ഫുൾ ക്യാമ്പിംഗ് ആണ് കേട്ടോ. ജംഗിൾ ക്യാമ്പിംഗ് ആണ്. ഒരു യുണീക്കായിട്ടുള്ള ജംഗിൾ ക്യാമ്പിംഗ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ട്രൈ ആവുന്ന ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് വട്ടവടയുള്ള കോക്സ് കാർഗിൽ കേട്ടോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. ഗൈസ്, ഇപ്പോൾ നമ്മൾ കോക്സ് കാർഗിലിൻ്റെ അവർ കയറുന്നതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റിൽ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. 4 കിലോമീറ്റർ ഉണ്ട് മേൾ വരെ എത്താനായിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലിപ്പം 3 ഹിമാലയൻ ഉണ്ട്. അപ്പോൾ ഹിമാലയൻ എല്ലാം നമ്മളിപ്പോൾ കയറ്റുകയാണ് മേളിലോട്ട്. അപ്പോൾ ഈ 4 കിലോമീറ്റർ എക്സ്ട്രീം ഒരു ഓഫ് റോഡാണ് കേട്ടോ ഗൈസ്. എക്സ്ട്രീം ഓഫ് റോഡാണ്. ഈ എക്സ്ട്രീം ഓഫ് റോഡ് കയറി വേണം കോക്സ് കാർഗിൽ എത്താനായിട്ട് കേട്ടോ ഗൈസ്. ഇപ്പോൾ സപ്പോസ് നമ്മുടെ വണ്ടി കയറിയില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബൈക്സൊക്കെ അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ നമ്മുടെ കാറായാലും നമുക്ക് അവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ജീപ്പ് ഹയർ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ എന്തായാലും കുറച്ച് പേര് ഇതേപോലെ ബൈക്ക് മുകളിലോട്ട് കയറ്റുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ചെല്ലുമെന്ന്. അപ്പോൾ ഗൈസ്, നമ്മൾ ബൈക്ക് മേളിലോട്ട് കയറ്റാൻ നല്ല രീതിയിൽ ശ്രമിച്ചു. ഏകദേശം ഒരു 2 കിലോമീറ്ററോളം നമ്മൾ ബൈക്ക് മേളിൽ വരെ കയറ്റി. പക്ഷെ നമുക്ക് പിന്നെ അതിന് ശേഷം നമുക്ക് കയറ്റാൻ പറ്റിയില്ല കേട്ടോ ഗൈസ്. നമ്മൾ എക്സ്ട്രീം ചെളിയും പിന്നെ അതുപോലെ തന്നെ വലിയ പാറക്കല്ലൊക്കെ ആയിട്ട് ഫുള്ള് റോഡ് കംപ്ലീറ്റ് ഇളവി കിടക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ബൈക്സ് മേളിലോട്ട് കയറ്റാൻ പറ്റിയില്ല കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളിനി ബാക്കിയുള്ള 2 കിലോമീറ്റർ നമ്മളിതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി ജേണിയാണ് കേട്ടോ ഗൈസ്. ഒരു രക്ഷയില്ലാത്ത അഡ്വഞ്ചറസ് ഓഫ് റോഡ് ജേണിയാണ്. നമ്മൾ ആ ഒരു മെയിൻ റോഡിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ ഈ കോക്സ് കാർഗിൽ എത്തുന്നവരുള്ള ഒരു 4 കിലോമീറ്റർ ഒരു രക്ഷയില്ലാത്ത ജേണിയാണ്. അപ്പോൾ നമ്മളെ ട്രെക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരായാലും നമുക്ക് ഒരുപാട് എൻജോയ് ചെയ്ത് ഇങ്ങോട്ട് നടക്കാൻ പറ്റും കേട്ടോ ഗൈസ്. കാര്യം കംപ്ലീറ്റ് ഫോറസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ഫോറസ്റ്റിന്റെ അകത്തൂടെ 4 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് വേണം നമ്മൾ ഈ കോക്സ് കാർഗിൽ ക്യാമ്പിംഗ് സൈറ്റ് എത്താനായിട്ട് കേട്ടോ ഗൈസ്. അപ്പോൾ അത് ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടി ഇങ്ങോട്ട് മേളിലോട്ട് കയറ്റാൻ പറ്റിയില്ല, നിങ്ങൾക്ക് നടക്കാനും പറ്റില്ല എങ്കിൽ നിങ്ങൾക്ക് ജീപ്പ് വാടകയ്ക്ക് എടുത്ത് നിങ്ങൾക്ക് മേളിൽ വരെ എത്താൻ പറ്റും കേട്ടോ. നമ്മൾ ജീപ്പ് റെന്റ് പേ ചെയ്താൽ മതി. അങ്ങനെ ജീപ്പിൽ നമ്മളെ മേളിൽ കൊണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, ആ ഒരു 4 കിലോമീറ്ററിന്റെ ഒരു എക്സ്ട്രീം ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളിതിപ്പം മേളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഗൈസ് ക്യാമ്പിംഗ് സൈറ്റ്. ഒരു രക്ഷയില്ലാത്ത അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ. ഭയങ്കര ഒരു കാം, പീസ് ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് ഇവിടെ വന്നപ്പം കാണാൻ സാധിച്ചത്. അപ്പോൾ എത്രത്തോളം ആ ഒരു 4 കിലോമീറ്ററിന്റെ ഹൈക്കിംഗ് വെർത്താണെന്ന് നമുക്ക് ഇവിടെ മേളിൽ വന്നപ്പോഴാണ് കേട്ടോ ഗൈസ് മനസ്സിലായത്. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി ക്യാമ്പിംഗ് സൈറ്റ് ആണ് നമ്മളത് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോക്സ് കാർഗിൽ വട്ടവട തന്നെ ഉള്ള മോസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ജംഗിൾ ക്യാമ്പിംഗ് ആണ് കേട്ടോ ഗൈസ്. അപ്പോൾ വേറെ ഒരുപാട് ജംഗിൾ ക്യാമ്പിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ വട്ടവട ഉണ്ട്. പക്ഷെ കോക്സ് കാർഗിൽ മോസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ക്യാമ്പിംഗ് ആണ്. 1500 റുപ്പീസാണ് അവർ പെർ പേഴ്സൺ ചാർജ് ചെയ്യുന്നത്. ഈ 1500 റുപ്പീസിൽ ഈവനിങ് ടീ സ്നാക്സ്, രാത്രിയുള്ള ഡിന്നർ, മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇത്രയും കവർ ആവും കേട്ടോ ഗൈസ്. പിന്നെ ഇങ്ങോട്ട് വരുന്ന 4 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ട്രെക്ക് ചെയ്ത് വരാം, അല്ലെങ്കിൽ നമുക്ക് ജീപ്പ് റെന്റ് എടുത്ത് വരാം കേട്ടോ ഗൈസ്. ജീപ്പിന്റെ കോസ്റ്റ് നമ്മൾ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്തായാലും ഹൈക്ക് ചെയ്താണ് കയറിയത്. അപ്പോൾ നിങ്ങൾ ഹൈക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ 100% ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരുന്ന ആ ഒരു ട്രെക്കിങ്ങും ജേണിയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ ഗൈസ്.
എൻ്റെ പേര് വിഫി. ആ എന്ത് അത് വെള്ളം കുടിക്കാനുള്ള ഹൈഡ്രേഷൻ ബാഗ്. ആള് യൂട്യൂബറാണ്. എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്? 250 സബ്സ്ക്രൈബേഴ്സ്. എനിക്ക് 850 ഉള്ളൂ. വലിയ വ്യത്യാസമൊന്നുമില്ല. ഹലോ 250K ഉണ്ട്. അപ്പൊ വലിയ യൂട്യൂബർ. ഞാൻ വെറും 850 850 വെറും ശിശു തുടങ്ങിയതേ ഉള്ളൂ. ചേട്ടനെ പരിചയപ്പെടുത്തിട്ടുള്ളത്. അപ്പൊ ചേട്ടന്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ, എന്നാലും നമ്മൾ പരിചയപ്പെടാണ്. ചേട്ടനെ മലയാളി എന്നാണ് ചാനലിന്റെ പേര്. വി ആർ മലയാളി എന്ന് പറയുന്ന ചാനലിലത്തെ ചേട്ടനെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. പിന്നെ ചേട്ടനെ അറിഞ്ഞൂടാത്. ഞാൻ വിചാരിച്ചത് കുളത്തിൽ തുള്ളാൻ പോകാന്ന് വിചാരിച്ചേ. ഓടും ചാടും എല്ലാം പറഞ്ഞു. ഇതാ ഇവര് ഓടും ചാടും എന്നൊക്കെ പറയുന്നുണ്ട്. ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചേട്ടൻ പൊളിയാണ്, സ്ഥിരമായിട്ട് ട്രിപ്പ് പോകുന്ന ഒരാളാണ്. പിന്നെ എന്താണ്, നല്ല മനുഷ്യനാണ്. ഊട്ടിയില് 900 ഏക്കർ സ്ഥലം. അത് സബർജലിന്റെ തോട്ടാണുള്ളത്. അബു സാലിമിന്റെ 144 MB ഇവിടെ വന്നിട്ടുണ്ട്. ഇവരൊരു ചെറ്റ് ഉണ്ടെന്നാ പറയുന്നത്. പിന്നെ ഞാൻ ഈ ചേട്ടന്റെ യൂട്യൂബ് ചാനലിനെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ചേട്ടനെ ഒന്ന് വളർത്തി വലുതാക്കണം. എല്ലാവർക്കും വേണ്ടി ഞാൻ അടിച്ചു പൊട്ടിക്കണം. ഇങ്ങനെയാണ് നമ്മൾ വ്ലോഗ് എടുക്കുന്നത്. ചേട്ടൻ വരികയാണ് ഇങ്ങനെ. നമ്മളെ കോഴിയൊക്കെ കൂട്ടിക്കയറ്റാണ് ഇങ്ങനെ പിടിക്കാൻ പറ്റില്ല. അതുപോലെയാണ് നാസ്റ്റോക്സ് എന്ന യൂട്യൂബ് ചാനൽ. അങ്ങനെയല്ല, കറക്റ്റായിട്ട് പറ ചാനലിന്റെ നെയിം കറക്റ്റായിട്ട് പറ. ഹായ്, അപ്പൊ എല്ലാരും നാസ്റ്റോക്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്. അതെ, ആമിയോ ഷോ എന്നുള്ള ഒരു ചാനലും കൂടി ഉണ്ട്. അത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇവന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ് പറയാൻ പറഞ്ഞത്. ഇവൻ സിംഗിൾ അല്ല. ഞാൻ സിംഗിളാണ്. സിംഗിളാണ്. 3 കുട്ടികളുണ്ട്. ഞാൻ 2 വട്ടം സിംഗിളാണ്. എൻഗേജ്മെന്റ് കഴിഞ്ഞുള്ളൂ. അല്ല അമി, നമുക്ക് 4 വരെ കെട്ടാം. അതുകൊണ്ട് ഞാനിപ്പോ സിംഗിളാണ്. എന്റെ എൻഗേജ്മെന്റ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. സോ നോ പ്രോബ്ലം. പേഴ്സണൽ ആയിട്ട് എല്ലാവർക്കും തരാനുള്ള ഒരു സംഭവം എന്താ വെച്ചാൽ, നമ്മൾ ഒരിക്കലും കെട്ടരുത്. നമ്മള് ലൈഫ് നമ്മൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാം. എല്ലാരോടും പറയാനുള്ള ലൈഫ് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാം. ഒരിക്കലും നമ്മൾ കല്യാണം ഏട്ടന്റെ ഭാര്യ കേൾക്കുമ്പോ ഒന്നും വിചാരിക്കരുത്. ഒരിക്കലും കല്യാണത്തിനെ കുറിച്ച് ആലോചിക്കുകയും ചെയ്യരുത്. നമ്മൾ മാക്സിമം കണ്ടില്ലേ, ഇതേപോലെ കണ്ടോ, ഇതേപോലെ ലൈഫ് നമ്മളിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് പോവാം. ഈ കുട്ടിയെ കണ്ടോ, 32 വയസ്സായി, ഇപ്പൊ തള്ളയാണ്. തള്ള വൈബ് ഇതാ നോക്കൂ. എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് നിങ്ങളെല്ലാം മീറ്റ് ചെയ്യാൻ പറ്റിയതും. അതൊരു വലിയ ഭയങ്കര സന്തോഷമായി. അതായത് നമുക്ക് അത്രയും കേട്ടോ, നമ്മൾ കാരണം വേറൊരാൾ ഹാപ്പി ഗൈസ്, നമ്മൾ കാരണം വേറൊരാൾ ഹാപ്പി ആകുന്നത് ഭയങ്കര പീസ് ആയിട്ടുള്ള ഒരു സംഭവം. ഉറപ്പായിട്ടും ഹാപ്പി അല്ലേ? ഭയങ്കര ഹാപ്പി. യൂട്യൂബ് ഇട്ടിട്ടാണ് കാണാം. ഓക്കെ ചേട്ടൻ ഇങ്ങനെ ഡീഹൈഡ്രേഷൻ വെള്ളം കുടിക്കാൻ വേണമെങ്കിൽ ഇത് ചാരായം അല്ല ഇവിടെ ഒരു കറക്ഷൻ ഉണ്ട്. ഇവിടെ 32 എന്താണ് പറയാനുള്ളത്? ഇവളെ ലവർ പേരാണ് ബ്രൂ. പറഞ്ഞു ധൈര്യമായിട്ട് പറഞ്ഞോ. എനിക്ക് 33 വയസ്സായി. ഞാൻ 33 വയസ്സിൽ ആദ്യമായിട്ട് ഞാൻ ഡാൻസ് കളിച്ചു. ടീച്ചർ പഠിപ്പിച്ചതാണ്. എന്റെ ടീച്ചറാണ് ഡാൻസ് പഠിപ്പിച്ച. ഇതാണ് എന്റെ ടോക്സിക്, എന്റെ ഗേൾഫ്രണ്ട് വാ, ഇതാ പോലെ എന്റെ ടോക്സിക് ഗേൾഫ്രണ്ട് ആണ്. ഓടുന്നു, അങ്ങോട്ട് വാ. നുള്ള പിച്ച മാന്ത ഇങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ ഇവിടെ വന്നിട്ടാണ് ഇവരെല്ലാം പരിചയപ്പെടുന്നത്. അപ്പോൾ ഇവരും അങ്ങനെയാണ്. ഇവരെല്ലാവരും ഇൻഡിവിജ്വലായിട്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മീറ്റ് ചെയ്ത് പരിചയപ്പെട്ട ആൾക്കാരാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ കൂട്ടത്തിൽ നിൽക്കുന്ന ആരും ഞങ്ങൾ പരിചയമില്ല. അതായത് ഇന്നലെ ഒരു ദിവസത്തെ കണ്ട് പരിചയപ്പെട്ട ആൾക്കാരാണ്. പക്ഷെ എല്ലാവരും തമ്മിൽ അല്ലേ, നിങ്ങൾക്ക് കണ്ടിട്ട് ഞങ്ങളാരും പരിചയമില്ലാത്ത ആൾക്കാരാന്ന് തോന്നിയോ? ഇല്ല. ഒരമ്മ പറ്റ എല്ലാവരെയും. അപ്പൊ എനിക്ക് ഇവരെല്ലാവരും ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അവർ കുറേ നാളായിട്ടുള്ള ആ ഒരു സൗഹൃദം പോലെ എനിക്ക് തോന്നി.
കാര്യം എല്ലാവരും ഭയങ്കര വൈബുള്ള മെമ്പേഴ്സാണ് കേട്ടോ. ഞാൻ വിചാരിച്ച ഇവര് വർഷങ്ങൾ ഓക്കെ, അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പല പല ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരാണ്. പ്രത്യേകിച്ച് കണ്ണൂരിൽ നിന്ന് വന്ന ആൾക്കാരാണ്. പക്ഷെ എല്ലാവരും എന്ത് ചെയ്യുന്നു, ഇപ്പൊ നിങ്ങൾക്ക് കണ്ടില്ലേ, അതായത് ഒരുപാട് നാളത്തെ പരിചയമുള്ള ആൾക്കാരെ പോലെ നമുക്ക് സ്കൂൾ ഫ്രണ്ട്സ് ആയിരിക്കും എല്ലാരും കൂടെ മീറ്റ് ചെയ്തായിരിക്കും. നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, മാക്സിമം എല്ലാവരും ഒരു സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പിനെങ്കിലും പോവാം. അടിപൊളി പരിപാടിയാണ്, ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അതിന് പോയിട്ടുണ്ടെങ്കിൽ പുതിയ പുതിയ ഫ്രണ്ട്സ്, പുതിയ ആൾക്കാർ, പുതിയ ഓരോരുത്തരുടെ സ്റ്റോറി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങളെ പ്രശ്നങ്ങളൊന്നും അല്ല എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് വരും. അപ്പോൾ മാക്സിമം ഒരു സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പ് നിങ്ങൾ എന്തായാലും. പിന്നെ പ്രധാനപ്പെട്ട കാര്യം, ഇത്രയും ആൾക്കാർ ഇപ്പൊ ഇങ്ങനെ കണക്ട് ആവാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ വരുന്ന ആൾക്കാരെല്ലാം ഭയങ്കര വൈബുള്ള ആൾക്കാരായിരിക്കും. അങ്ങനെയുള്ള പേരാണ് ബാബ്ലു. ബാബ്ലു കണ്ടോ? ഇത് ഗൈസ്, ഇത് വേറൊരു രീതിയിൽ വൈബുള്ള ഒരു കുട്ടിയാണ്. ഇതാണ് ചെമ്പരത്തിപ്പൂ ബാബ്ലു. വ്ലോഗ് ചെയ്യണം. അടിപൊളി 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 അടിപൊളി. ഏറ്റവും വലിയ ബെറ്റർ എന്താ അറിയോ, നമ്മൾ പല ആൾക്കാരും പല വീട്ടിൽ നിന്ന് വരുന്നത്, പല ആൾക്കാരും പല സാഹചര്യങ്ങൾ, പല മതങ്ങള്, അതേപോലെ പല ഓരോരുത്തർക്കും പറയാൻ ഓരോ സ്റ്റോറീസ് കാണും. പക്ഷെ ഞങ്ങൾ ഇവിടെ എത്തുമ്പോൾ ഒരു കുടുംബമാണ്. അങ്ങനെ ഒരു തരത്തിൽ ഈ കുടുംബത്തിലുള്ള പല ടീച്ചേഴ്സും ഉണ്ട് കണ്ടോ, ഡാൻസ് സ്റ്റെപ്പ് പഠിപ്പിക്കുന്നു. നോക്കൂ ഗൈസ്, അത് എങ്ങനെയാണ്, അതെ എങ്ങനെ കാണിക്കൂ, കാണിക്കൂ. ശരിക്കും ഡാൻസ് ടീച്ചറാണോ? ഇവിടെ മെയിൻ ലക്ഷ്യം അല്ലല്ല, ഇവിടെ മെയിൻ ലക്ഷ്യം മറ്റേ സ്റ്റുഡൻസിന്റെ മുന്നിൽ മറ്റേ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇങ്ങനെ പോണല്ലോ, അതാണ് ഇവിടെ ലക്ഷ്യം. ടീച്ചർ കമോൺ. ഇപ്പൊ ഈ ഒരു കമ്മ്യൂണിറ്റി ഇല്ലേ, അപ്പൊ ഈ കമ്മ്യൂണിറ്റിക്ക് എന്തെങ്കിലും പേരോ അങ്ങനെ എന്തെങ്കിലും? മുതലാളി ഇവിടെ ഇതാണ് മുതലാളി. ഇതാണ് മുതലാളി. നേരമ്പോക്കിന്റെ 4ാമത്തെ ക്യാമ്പാണ്. കമ്മ്യൂണിറ്റിയുടെ ഒരു പേര്, നമ്മളെ ഈ ഒരു ക്യാമ്പിന്റെ പേര് നമ്മുടെ 4ാമത്തെ ക്യാമ്പാണിത്. പിന്നെ ഇതിപ്പം 60ഓളം മെമ്പേഴ്സ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ഡേ ആണ് ഇന്ന്. എല്ലാവരും ഫുഡും കഴിച്ച് ഇപ്പൊ ഒരു ഗെയിം സെക്ഷൻ ഉണ്ട്, അതോടുകൂടി ഒരു ഫോട്ടോ സെക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യും. അടിപൊളി. ഗൈസ്, ഞാൻ ഇവിടെ വന്നതിന് ശേഷം പരിചയപ്പെട്ട പിള്ളേരാണ് കേട്ടോ ഇപ്പം കണ്ടത്. ഒരു രക്ഷയില്ലാത്ത വൈബ് മെമ്പേഴ്സാണ് എല്ലാവരും. അപ്പോൾ ഇവരെ ഇവിടെ വന്നതിന് ശേഷം പരിചയപ്പെട്ടതാണ് കേട്ടോ ഗൈസ്. അവരൊരു സ്ട്രേഞ്ചർ ക്യാമ്പിന്റെ ഭാഗമായിട്ട് ഇവിടെ വന്നതാണ്. അവരുടെ ആ സ്ട്രേഞ്ചർ ക്യാമ്പിന്റെ പേരെന്ന് പറയുമ്പോഴത്തേക്ക് നേരംപോക്ക് എന്നാണ് കേട്ടോ ഗൈസ്. അവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ഉണ്ട്, നേരംപോക്ക്.in എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലെ ക്യാമ്പിങ്ങിന് അറ്റൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പേജ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇതേപോലെ സ്ട്രേഞ്ചർ ക്യാമ്പ്സ് പല സ്ഥലത്തും അവർ കണ്ടക്ട് ചെയ്യും കേട്ടോ ഗൈസ്. കേരളത്തിലെ പല സ്ഥലത്തും അവരിങ്ങനെ ക്യാമ്പിംഗ് കണ്ടക്ട് ചെയ്യും. അപ്പോൾ അതിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റും കേട്ടോ ഗൈസ്. അപ്പോൾ ഭയങ്കര ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു, അവരുടെ അടുത്ത് സംസാരിക്കാൻ കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഈ കോക്സ് കാർഗിലിൽ ഓവറോൾ ഉള്ള എക്സ്പീരിയൻസ് ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഗൈസ്. എസ്പെഷ്യലി നമ്മൾ ആ ഒരു സിറ്റിയുടെ തിരക്കിനൊക്കെ മാറി നമ്മളൊന്ന് നേച്ചറായിട്ട് ഒന്ന് ഇഴകി ചേർന്ന് ഒരു കാം ആൻഡ് പീസ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ എൻജോയ് ചെയ്യണമെങ്കിൽ നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ജംഗിൾ ക്യാമ്പിംഗ് ആണ് കേട്ടോ ഗൈസ് ഈ കോക്സ് കാർഗിൽ. അപ്പോൾ വട്ടവടയുള്ള ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ ഒരു ക്യാമ്പിംഗ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഗൈസ്. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ താഴോട്ട് 4 കിലോമീറ്റർ ട്രെക്കിംഗ് ഉണ്ട്, അത് വീണ്ടും നമ്മൾ ഇതായിപ്പം തിരിച്ചിറങ്ങിയാണ് കേട്ടോ ഗൈസ്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കയറി ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ ഗൈസ്. പിന്നെ നിങ്ങൾക്ക് എന്ത് സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം, ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.